അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് മുട്ടക്കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നാണ്. ചട്ടി അടുപ്പത്ത് വെച്ചു. ചൂടായി കഴിയുമ്പോൾ 1 സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ച് കഴിഞ്ഞ് എണ്ണ ചൂടായപ്പോൾ കടുകിട്ടു. ഇനി കുനുകുനെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ആഡ് ചെയ്യാം. സവാള ദാണ്ട കുനുകുനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ചേർക്കാം. സവാള ഇട്ടു. ഇനി നല്ലതുപോലെ വഴറ്റാം. സവാള നല്ലതുപോലെ മൂക്കണം. നല്ല ഒരു ചുവന്ന നിറമാകും. അതുവരെ നമുക്ക് വഴറ്റാം. ഉള്ളി അങ്ങനെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടി എല്ലാം ചേർക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മസാലപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മസാലപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ് പാകത്തിന് ഇത്രയും ചേർത്ത് വീണ്ടും വഴറ്റി കൊടുക്കാം. അങ്ങനെ പൊടികളെല്ലാം മൂത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്യാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പും ചേർത്ത് വീണ്ടും നല്ലതുപോലെ തിളച്ച് വേകട്ടെ. കുറച്ച് സമയം മാത്രം തിളച്ചാൽ മതി. അങ്ങനെ അടിപൊളി മുട്ടക്കറി റെഡിയായി. മുട്ടയും പുഴുങ്ങിയത് ദണ്ട ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ ഉപയോഗിക്കാം. ദോശ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. ദോശ, മുട്ടക്കറി. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച അപ്പോൾ ഇത് ചൂടോടെ ഉപയോഗിക്കാം. ടാറ്റ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.